നിങ്ങൾ എന്ത് തേങ്ങയാണ് ക്രിസ്റ്റഫർ നോളൻ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ഒരുപാട് പേരെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ്റർസ്റ്റെല്ലർ, ഓപ്പൺഹൈമർ, ടെനറ്റ്, പ്രസ്റ്റീജ്, ഇൻസെപ്ഷൻ ഈ വക സിനിമകളൊക്കെ കണ്ട് ഞെട്ടിയ പ്രേക്ഷകൻ ഈ ഒരു ക്രിസ്റ്റഫർ നോളൻ സ്റ്റൈലിൽ നിന്ന് മാറി ഒരു ഫാൻറ്റസി എലമെൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രീക്ക് മിത്തോളജി ആയിട്ട് വരാൻ നേരത്ത് ഒരുപാട് പേര് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ ട്രോയ് സിനിമ ഗ്രീക്ക് മിത്തോളജി അല്ലേന്ന് ഒരുപാട് പേര് പറയും. അതിൽ ഇങ്ങനെയുള്ള ഈ മോൺസ്റ്ററുകളും രാക്ഷസന്മാരൊന്നും വന്നിട്ടില്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു കഥയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു കഥയാണ് ഒഡീസി എന്ന സിനിമ. ഈ ഒഡീസി എന്ന സിനിമ നല്ലൊരു സിനിമയാണ്. 3 മണിക്കൂറുള്ള സിനിമ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ഈ ഗ്രീക്ക് മിത്തോളജി അത് സിനിമാവിഷ്കാരമാക്കാൻ നേരത്ത് അതിന് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് എല്ലാവർക്കും അല്ല, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ചില ആളുകൾക്കെങ്കിലും അത് ദഹിക്കാൻ ചാൻസ് കുറവാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. സിനിമയെ സംബന്ധിച്ച് ക്രിസ്റ്റഫർ നോളൻ്റെ ഈ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ജോണർ, ഒരു ഫാൻറ്റസി എലമെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. നമ്മൾ ആദ്യം തന്നെ ഈ ഹോമർ എഴുതിയ ഈ ഒഡീസി എന്ന സിനിമ ക്രിസ്റ്റഫർ നോളൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നുന്നു. കാരണം ഈ രാക്ഷസന്മാരും ഈ ദൈവങ്ങളും എല്ലാം വരുന്ന ഈ ഒരു സിനിമ ക്രിസ്റ്റഫർ നോളൻ എങ്ങനെ എടുക്കും, അതെങ്ങനെ സിനിമാവിഷ്കാരമായിട്ട് എടുക്കും എന്നുള്ളതായിരുന്നു. ഈ ഇലിയഡ് എന്ന സിനിമയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു ട്രോയ്. അത് ബ്രാഡ് പിറ്റ് അഭിനയിച്ച എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ ദൈവികമായ അല്ലെങ്കിൽ മോൺസ്ട്രസ് ആയിട്ടുള്ള കാര്യങ്ങൾ അധികം ഇല്ല ആ സിനിമയിൽ. പക്ഷേ ഒഡീസി എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഈ 10 വർഷം നീണ്ട യാത്രയാണ് ഒഡീസീസിൻ്റെ. ഇങ്ങനെ ഈ യാത്ര കാണിക്കാൻ നേരത്ത് അതിൽ വരുന്ന കഥകൾ ഈ മോൺസ്ട്രസ് ആയാലും ഈ രാക്ഷസന്മാരായാലും അല്ലെങ്കിൽ മറ്റ് പല ദൈവങ്ങളായാലും ഇവരൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു കഥ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ ക്രിസ്റ്റഫർ നോളൻ എടുത്തു വെച്ചിട്ടുണ്ട്. മാറ്റ് ഡേമണാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രമായ ഒഡീസിയസ് അഭിനയിച്ചത്. പുള്ളി എല്ലാ സിനിമയിലും പോലെ അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ടെലിമാക്കസ് എന്ന ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥാപാത്രം, ടോം ഹോളണ്ട് അഭിനയിച്ച ഒരു കഥാപാത്രം പുള്ളി നല്ല കിടുക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പെനലപ്പിയായിട്ട് ഈ ഒഡീസീസിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആൻ ഹാതാവേ എന്ന് പറഞ്ഞ ഒരു നടി, ആ നടിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് സീനിലൊക്കെ നല്ല ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻഡായി ഉണ്ട്, പുള്ളിക്കാരത്തി ഒരു അധീന ദേവതയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജോൺ ബേർത്ത്നെൽ എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെലേനീസ് എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ലോസ്റ്റ് അല്ല വോക്കിംഗ് ഡെഡ് സിനിമ കണ്ടവർക്കറിയാം, നമ്മുടെ റിക്കിൻ്റെ കൂട്ടുകാരനായിട്ട് വരുന്നത് പുള്ളി മെലേനീസായിട്ട് ചെറിയതല്ലാത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ സിനിമ എല്ലാം കൊണ്ടും ആക്ടിങ് വൈസ് എല്ലാം സൂപ്പറാണ്. പിന്നെ അതിൻ്റെ BGM, സൗണ്ട് ഡിസൈൻ ക്രിസ്റ്റഫർ നോളൻ്റെ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഹെലനായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ ലുപ്പിറ്റ, ആ കെനിയൻ നടി, നമ്മുടെ ബ്ലാക്ക് പാന്തറിലൊക്കെ അഭിനയിച്ച ആ ഒരു നടി ഹെലനായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാവരും കളിയാക്കി പറഞ്ഞ ഈ നമ്മുടെ അക്കില്ലസ് ആയിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞ എലിയറ്റ് പേജ് എന്ന് പറഞ്ഞ നടി, അത് അക്കില്ലസ് ആയിട്ടാണ് വരുന്നതെന്നുള്ള രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അക്കില്ലസ് ആയിട്ടല്ല വരുന്നത്. സിനിമയിലെ തുടക്കത്തിൽ നമ്മുടെ മരക്കുതിരേനെ കാണിക്കുമ്പോഴുള്ള ഒരു സീനിൽ മാത്രമാണ് ആ ഒരു ക്യാരക്ടർ വരുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ വലിയ വിവാദമാക്കി കുളമാക്കേണ്ട രീതിയിലൊന്നും ആ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇതിൽ ഹിമേഷ് പട്ടേൽ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു 30 മിനിറ്റ് ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുന്നൊരു സീനുണ്ട്. ആ ഒരു സീനാണ് ഏറ്റവും സിനിമയിൽ ഉടനീളം ഏറ്റവും ഹൈ മൊമെൻ്റ് നൽകുന്ന ഒരു സീനുള്ളത്. പിന്നെ ഈ ഒരു സിനിമ ക്രിസ്റ്റഫർ നോളൻ്റെ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഫിക്ഷൻ അല്ല, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബാറ്റ്മാൻ പോലുള്ള സിനിമകളല്ല, ഒരു ഫാൻറ്റസി എലമെൻ്റ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീക്ക് മിത്തോളജി അറിയില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ ക്രിസ്റ്റഫർ നോളൻ്റെ ഈ ടിപ്പിക്കൽ സിനിമ, സാധാരണ സിനിമ പോലെയാണ് നിങ്ങൾ കാണാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം. അതല്ല, നിങ്ങൾക്ക് ഗ്രീക്ക് മിത്തോളജി അറിയാം, ആ ഒരു കഥ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ഗ്രീക്ക് മിത്തോളജി അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഒരു ദൃശ്യാവിഷ്കാരമായിട്ട് കാണുമ്പോൾ അത് ഒരു വല്ലാത്തൊരു ഫീല് നൽകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു കഥ അറിയാവുന്നതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഒരു മോശമായിട്ടൊന്നും തോന്നിയില്ല. സിനിമ ഓവറോൾ 3 മണിക്കൂറുണ്ടെങ്കിലും നമുക്ക് ബോറടിക്കാതെ കാണാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടും മികച്ചെന്ന്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ട്രോയ് എന്ന സിനിമയിൽ നമ്മുടെ ഒഡീസിയസിനെ കാണിക്കുന്നുണ്ട്. ഒഡീസിയസും അക്കില്ലസുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനെല്ലാം ഉണ്ട്. അപ്പോൾ ഈ 2 കഥകളിലും ഈ ഇലിയഡ് എന്ന കഥയിലെ ഏറ്റവും മെയിൻ കഥാപാത്രമായിരുന്നു അക്കില്ലസ്. ആ ഒരു സിനിമയിൽ ബ്രാഡ് പിറ്റായിട്ട് അഭിനയിക്കുന്ന അക്കില്ലസും ഒഡീസിയസും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലും നമ്മുടെ ഈ ഒഡീസി എന്ന സിനിമയിലും ഈ പഴയ ട്രോയ് കഥകൾ കാണിക്കുന്നുണ്ട്. ആ 10 വർഷം നീണ്ട യുദ്ധവും കഥകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു സ്ഥലത്ത് പോലും അക്കില്ലസ് എന്ന യോദ്ധാവിനെ കാണിക്കുന്നില്ല. ആദ്യം പറഞ്ഞ അക്കില്ലസ് എന്ന കഥാപാത്രം എലിയറ്റ് പേജാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലാസ്റ്റെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ച്
അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നേ ഇല്ല. എനിക്ക് ഈ സിനിമ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരിക്കും കിട്ടാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആളുകളുടെ മനോഭാവം ക്രിസ്റ്റഫർ നോളൻ എന്ന സംവിധായകനെ വിശ്വസിച്ചാൽ വരുന്ന ആളുകൾ ഒന്നല്ലെങ്കിൽ ഒരു ട്രോയ് സിനിമ പോലെയോ അല്ലെങ്കിൽ മറ്റ് ക്രിസ്റ്റഫർ നോളൻ സിനിമകൾ പോലെയോ ആയിരിക്കണം ഈ ഒരു സിനിമയെ മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവുക. അവർ ഒരു പക്ഷേ ഈ ഒരു കഥ, ഗ്രീക്ക് മിത്തോളജി ഒന്നും അറിയാത്ത ആളുകൾ ഒരു പക്ഷേ നിരാശപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.